നമസ്കാരം. മതത്തിലും ദൈവത്തിലും ഒന്നും വിശ്വസിക്കാത്ത, ഒരു മാമൂലുകളെയും ആചാരാനുഷ്ഠാനങ്ങളെയും ജീവിതചര്യയാക്കാത്ത കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വന്ന ഹിന്ദുക്കളെ അധിക്ഷേപിച്ച്, BJP പ്രവർത്തകരെ അധിക്ഷേപിച്ച്, ശബരിമലയിലെ മാമൂലുകളൊക്കെ തകർത്തുകൊണ്ട്, കട്ടുമുടിച്ചുകൊണ്ട്, സ്ത്രീകളെ പ്രവേശിപ്പിച്ച്, ഒടുവിൽ ഇപ്പോൾ മുസ്ലിം മതവിഭാഗത്തിനെതിരെ കടുത്ത ഭാഷയിൽ വിമർശിച്ചുകൊണ്ടും താറടിച്ചുകൊണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ്. ഏതൊരു പാർട്ടിക്കും അവരുടേതായ വിശ്വാസങ്ങളും രീതികളും നിയമങ്ങളും ഒക്കെ ഉണ്ടാകും. അത് പിന്തുടരുന്നതിൽ തെറ്റില്ല. എന്നാൽ അതിന്റെ പേരിൽ ഒരു ജനാധിപത്യ രാജ്യത്തിൽ ജനങ്ങൾക്ക് നേരെ ഇത്തരം രോക്ഷപ്രകടനങ്ങൾ നടത്തുന്നതും, ഇല്ലാവചനങ്ങൾ പടച്ചിറക്കുന്നതും, മതവികാരത്തെ വ്രണപ്പെടുത്തുന്നതും നെറികേടാണ് എന്ന് പറയാതെ വയ്യ. ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഗുണ്ടകൾ കഴിഞ്ഞ നാളുകളിലൊക്കെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അഴിച്ചുവിട്ട അക്രമങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചവരാണ് കേരളത്തിലെ ജനങ്ങൾ. ശബരിമല വിഷയത്തിൽ ഒരിക്കൽ ഹിന്ദുക്കളെ മുഴുവൻ വ്രണപ്പെടുത്തി. ഇപ്പോൾ ശബരിമലയിലെ സ്വർണം മുഴുവൻ കട്ടുമുടിച്ച് വീണ്ടും ഹിന്ദുമത വികാരത്തെ ആകമാനം വലിച്ചു കീറിയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ നിന്ന് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് ഇസ്ലാം മത വിശ്വാസികൾക്കെതിരെയുള്ള കടുത്ത വെറിളി പിടിച്ച വാക്കുകളാണ്. അവനവന്റെ മതത്തിൽ വിശ്വസിക്കുന്നതും മതഗ്രന്ഥം പറയുന്നത് പിന്തുടരുന്നതും തുടരാതിരിക്കുന്നതും വ്യക്തികൾക്ക് ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചു നൽകിയിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. അതിനെതിരെ കടന്നു കയറാൻ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ആരാണ് അനുവാദം കൊടുത്തത്? മുസ്ലിം ലീഗിനെതിരെ വർഗീയ പരാമർശവുമായി CPIM സഹയാത്രികൻ P സരിനാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ജനിച്ച മതം ഏതാണെന്ന് നോക്കിയാണ് സ്വർഗത്തിലേക്കുള്ള വഴി വെട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞ് നാടിന് നരകം സമ്മാനിച്ച് ഏതോ സ്വർഗത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് ലീഗുകാരെന്നായിരുന്നു സരിന്റെ പ്രസ്താവന. ലീഗിന് കൊടുക്കുന്ന ഓരോ വോട്ടും RSSന് കൊടുക്കുന്നതിന് തുല്യമാണ് എന്നും സരിൻ പറഞ്ഞു. UDF ഭരിക്കുന്ന തിരുവേഗപ്പുറ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ CPIM നടത്തിയ പ്രതിഷേധത്തിൽ പ്രസംഗിക്കവെയാണ് സരിന്റെ വിവാദ പരാമർശം. മതത്തിന്റെ പേരിൽ രാഷ്ട്രീയത്തെ ചുരുക്കിക്കൊണ്ടുവന്ന് മുസ്ലിം ലീഗ് സമം മുസ്ലിം എന്ന വ്യാഖ്യാനത്തിലേക്ക് കൊണ്ടുവന്നു. ഇതോടെ BJPക്കാർ ഹിന്ദു സമം BJP എന്നാക്കി മാറ്റി. BJPയെ അവരുടെ വഴിക്ക് വളരാൻ ലീഗ് വഴിവെട്ടിക്കൊടുക്കുകയാണ് എന്നും സരിൻ ആരോപിച്ചു. മലപ്പുറം ജില്ലയോട് അടുത്തു നിൽക്കുന്ന പ്രദേശമായതിനാൽ സെക്യുലാർ രാഷ്ട്രീയത്തിന്റെ മുഖം പോലും തച്ചുടച്ചുകൊണ്ട് ലീഗ് ചൊൽപ്പടിക്ക് നിർത്തുന്നു. കേരളത്തിൽ മുസ്ലിം ലീഗ് UDFനൊപ്പമാണ്. ഡൽഹിയിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് എന്നും സരിൻ ആരോപിച്ചു. തിരുവേഗപ്പുറയിലെ ലീഗുകാർക്ക് മതഭ്രാന്താണ് എന്നും SDPI, ജമാഅത്തെ ഇസ്ലാമി എന്നിവരെ ചേർത്ത് പിടിച്ചാണ് ലീഗ് മുന്നോട്ട് പോകുന്നതെന്നും സരിൻ പറഞ്ഞു. ഹിന്ദുവെന്നും മുസ്ലിമെന്നും ക്രിസ്ത്യാനി എന്നുമൊന്നും യാതൊരു വേർതിരിവുമില്ലാതെ ക്രിസ്മസും ബക്രീദും ഓണവും ഒക്കെ ഒരുമിച്ച് ആഘോഷിക്കുന്ന മതസൗഹാർദ്ദമുള്ള കേരളത്തിൽ മതത്തിന്റെ വിത്തുകൾ കുഴിച്ചിട്ടുകൊണ്ട് വോട്ടുപിടിക്കാനുള്ള ഇടതുപക്ഷ സർക്കാരിന്റെ ഏറ്റവും അവസാനത്തെ നെറികേടിന്റെ വാക്കുകളായി മാറിയിരിക്കുകയാണ് സരിന്റെ ഇസ്ലാം വിരുദ്ധ പരാമർശം. വോട്ട് ചോദിച്ച് ഓരോ വീടുകളും കയറി ഇറങ്ങുമ്പോൾ ഇത്തരം മതവും മതത്തിനോടുള്ള എതിർപ്പും ഒന്നും ഈ പറയുന്ന ഒരു രാഷ്ട്രീയക്കാരനുമില്ല. എന്നാൽ അത് കഴിഞ്ഞ് അധികാരത്തിൽ കയറിയിരുന്ന് മതവിഭാഗങ്ങൾക്കു നേരെ നോക്കി കുരയ്ക്കുന്നത് എന്തൊരു നെറികേടാണ്. ഇസ്ലാം മതത്തെയും ഹിന്ദു മതത്തെയും വിശ്വാസികളെയും ഒരേ നുഖത്തിൽ കെട്ടിക്കൊണ്ട് ആ നുഖത്തിന്റെ ചാട്ടവാർ കയ്യിലേന്താമെന്നും അതുകൊണ്ട് പ്രഹരിക്കാമെന്നുമുള്ള ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ചിന്തകൾക്ക് തിരിച്ചടിയായി മാറും സരിന്റെ ഈ രോക്ഷപ്രകടനം. കേരളത്തിൽ ഒരു പിണറായി ഉണ്ട് എന്നുള്ളത് കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ അടിമകളാണെന്ന ധാരണ തിരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു സർക്കാരെ. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച